ഒരു നല്ല ഇന്ത്യൻ ടൂറിസ്റ്റിന് ആനുപാതികമായി 5 മെനകെട്ട ഇന്ത്യൻ ടൂറിസ്റ്റുകളുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല. അന്തർദേശീയ വിനോദയാത്രകൾക്ക് പോകുന്ന ടൂറിസ്റ്റുകളെ അവരുടെ സ്വഭാവവും പെരുമാറ്റവും എറ്റിക്കറ്റുകളും വെച്ച് റേറ്റ് ചെയ്യുന്ന ഏജൻസി വിശേഷിപ്പിച്ചതാണ്. അപ്പോഴും ലോകത്തിലെ ഏറ്റവും മോശം ടൂറിസ്റ്റുകളിൽ 1-ാം സ്ഥാനം ഇന്ത്യക്കാരനല്ല കേട്ടോ. അമേരിക്കൻ ടൂറിസ്റ്റാണ് വേഴ്സ്റ്റ് ടൂറിസ്റ്റ് ഇൻ ദ വേൾഡ്. 2-ാം സ്ഥാനത്ത് ബ്രിട്ടീഷ് ടൂറിസ്റ്റ്, 3-ാം സ്ഥാനത്ത് ചൈനീസ്, 4-ാം സ്ഥാനത്ത് റഷ്യൻ, 5-ാം സ്ഥാനത്ത് ഓസ്ട്രേലിയൻ, 6-ാം സ്ഥാനത്താണ് ഇന്ത്യൻ ടൂറിസ്റ്റ്. അത്രയും ഭാഗ്യം. എപ്പോഴും ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്ന, എന്തിലും തൻ്റെ മേധാവിത്വവും മുഷ്കും കാണിക്കുന്ന, അമേരിക്ക പോലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഫങ്ഷണൽ ആയിരിക്കണം എന്ന് ശഠിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ടാണ് അമേരിക്കൻ ടൂറിസ്റ്റ് ലോകത്തിലെ ഏറ്റവും മോശം ടൂറിസ്റ്റ് ആയത്. നേരവും കാലവും നോക്കാത്ത വെള്ളമടിയും റൗഡി സ്വഭാവവും പൊങ്ങച്ചവും ധാർഷ്ട്യവും മോഷണ സ്വഭാവവുമാണ് ബ്രിട്ടീഷ് ടൂറിസ്റ്റിനെ മോശം വിനോദസഞ്ചാരികളിൽ 2-ാം സ്ഥാനക്കാരനാക്കിയത്. ചൈനക്കാരൻ പിന്നെ പണ്ടേ ഒന്നിനും മെരുങ്ങാത്തവനാണ്. അവർക്ക് എവിടെ പോയാലും അവരുടെ ഫുഡ് വേണം. ഒരു നിയമങ്ങളും അവർക്ക് ബാധകമല്ല. കൂട്ടം കൂടി കലവില പറഞ്ഞു നടക്കുന്ന ചൈനീസ് ടൂറിസ്റ്റ് അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ 3-ാമതായി. ഒരിക്കലും ചിരിക്കാത്ത, റഷ്യൻ അല്ലാതെ മറ്റൊരു ഭാഷയല്ലെന്ന് വിശ്വസിക്കുന്ന, തനി ഗുണ്ടകളെ പോലിരിക്കുന്ന പർവ്വത രൂപമുള്ള റഷ്യൻ ടൂറിസ്റ്റ് ലിസ്റ്റിൽ 4-ാമതായി. അഗ്രസീവായ സ്വഭാവവും ബഹളവും കുളിക്കാനുള്ള മടിയുമാണ് ഓസ്ട്രേലിയൻ ടൂറിസ്റ്റിനെ 5-ാം സ്ഥാനത്തെത്തിച്ചത്. പിന്നെ നമ്മളാണ് 6-ാം സ്ഥാനത്ത് നെഞ്ചും വിരിച്ചു നിൽക്കുന്നത്. ആദ്യത്തെ 5 രാജ്യക്കാരുടെ കാര്യം അവർ നോക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യം പറയാം. എന്തുകൊണ്ടാണ് ഒരിക്കൽ മഹാരാജാവിനെ പോലെ പരിഗണിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ ടൂറിസ്റ്റ് ഇന്ന് ലോകരാജ്യങ്ങളിൽ ഒരു പരിഹാസപാത്രമായത്? കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണത്. ഇക്കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞില്ലേ, അത്യാവശ്യം മാന്യമായി യാത്ര പൂർത്തിയാക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട്. പക്ഷേ 6-ൽ 5 പേരും പേര് കേൾപ്പിച്ചാണ് തിരിച്ചു വരുന്നത്. മലയാളികളൊക്കെ ഇക്കാര്യത്തിൽ ഏറെക്കുറെ ഡീസൻ്റാണ് കേട്ടോ. അപ്പോൾ പുറം രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്ന ഇന്ത്യക്കാർ ലോകത്തെ വെറുപ്പിച്ച ചില കാര്യങ്ങൾ പറയാം. ഇന്ത്യയിൽ അവർ കാണിക്കുന്ന സകല അലവാദിത്തരങ്ങൾക്കും പുറമെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. അറിയുമ്പോൾ മനസ്സിലാകും ലോകം വെറുതെ പറയുന്നതല്ലെന്ന്. പ്രിവിലേജ് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് ഇന്ത്യക്കാർ. ഇന്ത്യയിൽ ഇല്ലാത്തവനും ഉള്ളവനും തമ്മിലുള്ള അന്തരം വളരെ വലുതുമാണ്. കയ്യിൽ കാശുള്ളത് കൊണ്ട് ഞാൻ വിദേശത്തേക്ക് യാത്ര പോകുന്നു, അതുകൊണ്ട് എന്നെ പ്രത്യേകം പരിഗണിച്ച് തീരൂ എന്നുള്ള തോന്നൽ ശക്തമാകുമ്പോൾ ഇന്ത്യക്കാരിൽ ചിലർക്കുണ്ടാകുന്നൊരു സിൻഡ്രോമാണ് വീൽ ചെയർ സിൻഡ്രോം. പണ്ട് നമ്മളെ ഭരിച്ചിരുന്ന മഹാരാജാക്കന്മാരുടെയും സാമന്തന്മാരുടെയും പ്രേതം ചില ഇന്ത്യക്കാരെ പൂർണ്ണമായും വിട്ടു പോയിട്ടില്ലല്ലോ. എന്താണ് വീൽ ചെയർ സിൻഡ്രോം എന്നറിയാമോ? അതായത് വീട്ടിൽ നിന്നും എയർപോർട്ട് വരെ ഓടിച്ചാടി വന്ന് സെക്യൂരിറ്റി ചെക്കും ഇമിഗ്രേഷനും കസ്റ്റംസും എല്ലാം ചുണയോടെ കഴിഞ്ഞ് വിമാനം കയറി ഇറങ്ങാൻ നേരം ചിലർക്ക് പെട്ടെന്ന് വീൽ ചെയർ വേണമെന്ന് തോന്നും. ഇറങ്ങുന്ന രാജ്യത്തെ എയർപോർട്ടിൽ തനിക്ക് വീൽ ചെയർ ഫെസിലിറ്റി വേണമെന്ന് അവർ ഫ്ലൈറ്റ് അറ്റൻഡറോട് അല്പം കർശനമായി തന്നെ അങ്ങ് ആജ്ഞാപിക്കും. സ്വാഭാവികമായും അത് അനുവദിക്കപ്പെടും. ഇറങ്ങുന്ന രാജ്യത്ത് രാജകീയമായി തന്നെ ഇന്ത്യക്കാരൻ ഇറങ്ങും. വീൽ ചെയറും തള്ളി എയർലൈൻ സ്റ്റാഫ് മുഴുവൻ സമയവും കൂടെ ഉണ്ടാകും. കിട്ടി, അവരാഗ്രഹിച്ച പ്രിവിലേജ് കിട്ടി. മധ്യവയസ്സ് പിന്നിട്ട ചില ഇന്ത്യൻ സ്ത്രീകൾക്കാണ് വീൽ ചെയർ സിൻഡ്രോം കൂടുതൽ. കാലിനും കൈക്കുമൊന്നും ഒരു കുഴപ്പവുമില്ലെങ്കിലും ഇറങ്ങാൻ നേരം വീൽ ചെയർ ചോദിക്കുന്ന ഇന്ത്യൻ ശീലം ഇപ്പോൾ വിദേശ എയർലൈനുകൾക്ക് നല്ല തിട്ടമുണ്ട്. അതുകൊണ്ട് പലവട്ടം ഉറപ്പുവരുത്തിയേ അവരത് അനുവദിക്കാറുള്ളൂ. എന്നാലും കിട്ടിയില്ലെങ്കിൽ വിമാനത്തിനുള്ളിൽ തർക്കിച്ച് കുളമാക്കി അതെങ്ങനെയും വാങ്ങിയെടുക്കാനുള്ള ഇന്ത്യൻ മിടുക്കിന് മുന്നിൽ അവർക്ക് മിക്കപ്പോഴും തോറ്റു കൊടുക്കേണ്ടി വരും. ഈ വീൽ ചെയർ സിൻഡ്രോമിന് ഒരു മറുവശം കൂടിയുണ്ട്. അതറിയപ്പെടുന്നത് വീൽ ചെയർ സ്കാനിംഗ് എന്നാണ്. അതായത് ഒരു 100 കൂട്ടം പ്രൊസീജിയർ പൂർത്തിയാക്കിയേ ഒരു വിദേശ വിമാനത്താവളത്തിൽ ഇന്ത്യക്കാരന് പുറത്തിറങ്ങാനാകൂ. അപ്പോൾ വീൽ ചെയർ ആവശ്യപ്പെട്ടാലുള്ള ഗുണം എന്തെന്നാൽ, ഇമിഗ്രേഷൻ ആയാലും കസ്റ്റംസ് ആയാലും സെക്യൂരിറ്റി ചെക്ക് ആയാലും എന്തിലും ഈ വീൽ ചെയർ തള്ളി നടക്കുന്ന എയർലൈൻ സ്റ്റാഫിൻ്റെ സഹായമുണ്ടാകും. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള വിമാനങ്ങളിലാണ് വീൽ ചെയർ സ്കാമിങ് കൂടുതലായി നടക്കുന്നത്. അമേരിക്കൻ വിമാനത്താവളങ്ങളിലെ കർശനമായ പരിശോധനകളിൽ പ്രയോറിറ്റി കിട്ടാനും ഭാഷയും പ്രൊസീജിയറും അറിയാത്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനും വീൽ ചെയറും അതിൻ്റെ ഓപ്പറേറ്ററും ഹെൽപ്പ് ചെയ്യുമല്ലോ. അമേരിക്കയിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്തു വരുന്ന മാതാപിതാക്കളോട് അവരുടെ മക്കൾ തന്നെ പറയാറുണ്ട്, ഇറങ്ങുന്നതിന് മുൻപ് ഒരു വീൽ ചെയർ ആവശ്യപ്പെട്ടാൽ മതി, പിന്നെ എയർപോർട്ടിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആകുമെന്ന്. ഒരർത്ഥത്തിൽ ഇത് നിഷ്കളങ്കമായി തോന്നാം. എന്നാൽ ചെന്ന് കയറുന്ന രാജ്യങ്ങളിലെ ഗ്രൗണ്ട് സ്റ്റാഫിന് പറഞ്ഞു ചിരിക്കാൻ ഒരു കാരണം കൂടിയാണിത്. മറ്റ് രാജ്യങ്ങളിലെ മുതിർന്ന പൗരന്മാർ തല ഉയർത്തിപ്പിടിച്ച് അന്തസ്സോടെ സ്വന്തം കാലിൽ വന്നിറങ്ങുമ്പോൾ ഇന്ത്യക്കാർ വയ്യാത്തതുപോലെ കിടന്ന് അഭിനയിച്ച് വീൽ ചെയർ ആവശ്യപ്പെടുന്നതിനെക്കുറിച്ച് ബയോകോൺ സ്ഥാപകയായ കിരൺ മജുംദാർ ഷാ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. അവർ മുംബൈയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് പോയ വിമാനത്തിലെ 40% പേരും വീൽ ചെയർ ആവശ്യപ്പെട്ടത് കണ്ട് അമ്പരന്ന് പോയത്രേ. വീൽ ചെയർ സർവീസിന് $100 ചാർജ് ചെയ്താൽ ഈ സൂത്രപ്പണി നിൽക്കുമെന്നാണ് കിരൺ മജുംദാറിൻ്റെ സൊല്യൂഷൻ. മാരക നെയിം ഡ്രോപ്പേഴ്സാണ് ഇന്ത്യക്കാർ. നെയിം ഡ്രോപ്പിംഗ് എന്നാൽ ഇന്നയാൾ നമ്മുടെ സ്വന്തം ആളാണ്, ധൈര്യമായി ചെയ്തോളൂ എന്ന പൊങ്ങച്ചം. ബാങ്കോക്കിലെ ഡോങ് മുവാങ് എയർപോർട്ടിൽ ഞാനിത് നേരിട്ട് കണ്ടിട്ടുണ്ട്. എയർ ഏഷ്യ ഫ്ലൈറ്റിലെ ചെക്ക് ഇൻ സ്റ്റാഫ് ഒരു ഇന്ത്യൻ ഫാമിലിയെ കൊണ്ട് പൊറുതിമുട്ടി. 10-ലധികം പേരുള്ള ആ ഇന്ത്യൻ ഗ്രൂപ്പ് കൊണ്ടുവന്ന ചെക്ക് ഇൻ ബാഗിനും ഹാൻഡ് ബാഗിനും ഭാരം കൂടുതലായിരുന്നു. സ്വാഭാവികമായും എയർ ഏഷ്യയുടെ ചെക്ക് ഇൻ സ്റ്റാഫ് അതിന് അധിക ഫീസ് അടയ്ക്കണമെന്ന് പറയുന്നു.
എയർ ഏഷ്യയുടെ മുതലാളി ടോണി ഫെർണാണ്ടസിനെ എനിക്കറിയാം, ഞാൻ ഒന്ന് വിളിച്ചാൽ ഇപ്പോൾ ഫോണിൽ കിട്ടും എന്ന തരത്തിലാണ് ഇന്ത്യൻ ഫാമിലിയുടെ ഭീഷണി. ഇതും പറഞ്ഞ് അവർ സ്റ്റാഫിനോട് തട്ടിക്കയറുകയാണ്. മറഞ്ഞു നിന്ന് ചിരിക്കുന്ന എയർ ഏഷ്യ സ്റ്റാഫിനെയും ഞാൻ കണ്ടു. ഇതിന് വല്ല ആവശ്യമുള്ള കാര്യമാണോ? അതുപോലെ വിദേശ രാജ്യങ്ങളിലെ മിക്ക എയർപോർട്ടുകളിലും ഓൺ അറൈവൽ വിസ പ്രോസസ്സിംഗ് സെൻ്ററുകളിലുമെല്ലാം ഇന്ത്യക്കാരുടെ ഇത്തരം നെയിം ഡ്രോപ്പിംഗ് കാണാം. നാത്തൂൻ്റെ മകളുടെ കൂട്ടുകാരിയായ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സ്റ്റാഫിൻ്റെ പേര് പറഞ്ഞ് ഫോണിൽ കിട്ടുമോ എന്ന് നോക്കും. എന്തിന്? ഒരു പ്രയോറിറ്റി ബോർഡിങ്ങിന് വേണ്ടിയാണ്. ഇവരെല്ലാം മറ്റ് രാജ്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ പറയിപ്പിക്കും. ഇക്കഴിഞ്ഞ മാർച്ച് 10 ചിക്കാഗോയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ AA126 വിമാനം പറന്നു പൊങ്ങി അധികം വൈകാതെ നിലത്തിറക്കി. കാരണം എന്താണെന്നറിയാമോ? ബോയിങ് 777-300ER വിമാനത്തിലെ 12 ബാത്റൂമുകളിൽ 8 എണ്ണവും പൈപ്പിലെ ക്ലോഗിംഗ് മൂലം ബ്ലോക്കായി. ബോർഡിംഗ് കഴിഞ്ഞ് ഇന്ത്യക്കാർ ടോയ്ലറ്റ് ഉപയോഗിച്ചതാണ്. ഡയപ്പറും നാപ്കിനും അണ്ടർവെയറും പ്ലാസ്റ്റിക് കവറുകളും എല്ലാം ടോയ്ലറ്റിലിട്ട് ഇന്ത്യക്കാർ വെടിപ്പായിട്ടങ്ങ് ഫ്ലഷ് ചെയ്തു. ടോയ്ലറ്റ് പൈപ്പുകളെല്ലാം ബ്ലോക്കായി. ഇതാണ് അവസ്ഥ. പൊതുസ്ഥലത്ത് പെരുമാറാനും എറ്റിക്കറ്റ് പാലിക്കാനും അറിയാത്ത ഇന്ത്യക്കാരെ കൊണ്ട് വിമാന കമ്പനികൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ചീത്തപ്പേര് ഇത്ര ശതമാനം ഇന്ത്യക്കാർക്ക് എന്നല്ലല്ലോ കിട്ടുക, 100% ഇന്ത്യക്കാർക്കുമാണ്. വിമാനത്തിലെ ബാത്റൂം കുടുംബസ്വത്ത് പോലെ ഉപയോഗിക്കുന്ന ഇന്ത്യൻ യാത്രികരെക്കുറിച്ച് എത്രയോ വിദേശികൾ ബ്ലോഗുകളിലും ട്രിപ്പ് അഡ്വൈസർ പോലുള്ള ഫോറങ്ങളിലും എഴുതിയിരിക്കുന്നു. ഒരാൾ പോകും, അയാൾ ഇറങ്ങിയാലും മറ്റൊരാൾ വന്നാൽ ബാത്റൂം വിട്ടുകൊടുക്കില്ല. തൻ്റെ കൂടെയുള്ള ബന്ധു വരും വരെ അതിനകത്തിരിക്കും. അയാൾ അടുത്തയാൾക്ക് വേണ്ടി സീറ്റ് പിടിക്കും. അങ്ങനെ 5-10 പേർ മിനിറ്റുകളോളം ഉപയോഗിച്ച ശേഷമേ ടോയ്ലറ്റ് ഫ്രീ ആകൂ. സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആണെങ്കിലും ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടുക, ലാൻഡ് ചെയ്താലുടൻ എഴുന്നേറ്റ് പെട്ടി ഒരുക്കി വെച്ച് 100 മീറ്റർ സ്പ്രിൻറ്റിന് തയ്യാറെടുക്കുമ്പോൾ ഒച്ചപ്പാടുണ്ടാക്കുക, വിമാനത്തിനുള്ളിൽ കലപില ചിലച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ 100 കൂട്ടം പരാതികളുണ്ട് ഇന്ത്യക്കാരെക്കുറിച്ച്. ബ്ലോഗറായ ധ്വനി ഒരിക്കൽ എഴുതിയ മറ്റൊരു സംഭവമുണ്ട്. ലക്നൌവിൽ നിന്ന് പറന്നുയർന്ന ഒരു വിമാനം, 25ലധികം അംഗങ്ങളുള്ള ഒരു ട്രാവൽ ഗ്രൂപ്പും വിമാനത്തിലുണ്ടായിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് അധികം സമയമാകുന്നതിന് മുൻപ് സംഘത്തിലെ സ്ത്രീ യാത്രക്കാർ തങ്ങളുടെ ഹാൻഡ് ബാഗുകളിൽ നിന്ന് ഉള്ളി, തക്കാളി, മല്ലിയില തുടങ്ങിയ സാധനങ്ങൾ പുറത്തെടുത്തു. എന്നിട്ട് എയർ ഹോസ്റ്റസിനെ വിളിച്ച് തങ്ങൾക്ക് വിമാനത്തിൽ ഭേൽപൂരി ഉണ്ടാക്കണമെന്നും അതിനു വേണ്ടുന്ന പച്ചക്കറികൾ അരിയാൻ കത്തിയും ചോപ്പിംഗ് ബോർഡും വേണമെന്നും ആവശ്യപ്പെട്ടു. അത് അനുവദിക്കാൻ കഴിയില്ലെന്ന് എയർ ഹോസ്റ്റസ് പറഞ്ഞപ്പോൾ അവർ ബാഗിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് റൂളർ സ്കെയിൽ പുറത്തെടുത്ത് പച്ചക്കറികൾ അരിയാൻ തുടങ്ങി. പിന്നെ ഭേൽപൂരി നിർമ്മാണം. വിമാനമാകെ അസഹ്യമായ ദുർഗന്ധം. ഈ ഗ്രൂപ്പ് ഒരുമിച്ചായിരുന്നില്ല ഇരുന്നത്. അവർ സീറ്റുകളിൽ നിന്ന് സീറ്റുകളിലേക്ക് ഭേൽപൂരിയും പച്ചക്കറികളും കൈമാറി ആ വിമാനം ഒരു ഉത്സവ പറമ്പാക്കി. അവരെ വിലക്കാൻ ശ്രമിക്കുന്നവരെ ചീത്ത വിളിച്ചു. വിമാനത്തിൽ അപ്രതീക്ഷിതമായ ഒരു സബ്സി വണ്ടി കണ്ട് എയർ ഹോസ്റ്റസ് പോലും ഞെട്ടിപ്പോയി. പൈലറ്റിനെ അവർ വിവരം അറിയിച്ചു. അനൗൺസ്മെൻറ്റുകൾ കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. ഇനി വിമാനം ഇറങ്ങിയാനുള്ള കഥയോ? സ്വിറ്റ്സർലൻഡിൽ ജീസ്റ്റാഡിലെ ഹോട്ടൽ ആർക്കെൻസിയലിൽ താമസിക്കാനെത്തിയ ഇന്ത്യൻ വ്യവസായി ഹർഷ് ഗോയങ്ക ഏതാനും വർഷം മുമ്പ് അതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള അതിഥികൾക്ക് വേണ്ടി ഹോട്ടൽ ആർക്കെൻഡിയൽ സ്ഥാപിച്ച നോട്ടീസിൻ്റെ ചിത്രം സഹിതമായിരുന്നു ട്വീറ്റ്. ഇന്ത്യൻ അതിഥികൾക്ക് മാത്രം ബാധകമായ നിയമങ്ങളുടെ പട്ടികയിൽ ബ്രേക്ക്ഫാസ്റ്റ് ബുഫയിൽ നിന്നും ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ദയവായി ഒഴിവാക്കണമെന്ന് എഴുതിയിരുന്നു. ഇനി അത് കൊണ്ടുപോയി എന്ന് വെച്ചാലും ദയവ് ചെയ്ത് കട്ട്ലറി എങ്കിലും അവിടെ തന്നെ വെക്കണമെന്നും നോട്ടീസിലുണ്ടായിരുന്നു. ഇന്ത്യൻ അതിഥികളോട് ബാൽക്കണിയിൽ ഉറക്കെ സംസാരിക്കരുതെന്നും ഇടനാഴിയിൽ നിശബ്ദരായിരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പുറമേ ലോകമെമ്പാടും നിന്നുള്ള മറ്റ് അതിഥികളും ഹോട്ടലിലുണ്ട്. അവർ സമാധാനവും നിശബ്ദതയും ആഗ്രഹിക്കുന്നവരാണ്. ഹോട്ടലിലെ ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള നിയമാവലിയിൽ ഇങ്ങനെയും പറയുന്നു. ഒരു ഹോട്ടലിൽ എങ്ങനെ പെരുമാറരുത് എന്ന് ചില ഇന്ത്യക്കാരെ കണ്ടുപിടിക്കണം. ഹോട്ടൽ മുറിയുടെ ചുവരുകളിൽ ഹെയർ ഡൈയും എണ്ണയും തേച്ച് വൃത്തികേടാക്കുക, കോംപ്ലിമെൻ്ററി ആയി കൊടുക്കുന്ന കാൻഡിയും നട്ട്സും പിന്നെയും ആവശ്യപ്പെടുക, യുക്തിയില്ലാത്ത ഡിസ്കൗണ്ട് ചോദിക്കുക, ഹോട്ടലിൽ ഏതെങ്കിലും മൂലയിൽ ഒളിച്ചിരുന്ന് പുകവലിക്കുക, ഹോട്ടൽ ആകെ നാറ്റിക്കുന്ന തരത്തിൽ രൂക്ഷമായ ഗന്ധമുള്ള മസാലകൾ ഉപയോഗിച്ച് മുറിക്കുള്ളിൽ പാചകം ചെയ്യുക, ലിനൻ മോഷ്ടിക്കുക, പരമാവധി 3 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള ഹോട്ടൽ മുറിയിൽ 5 പേരെ കുത്തി നിറയ്ക്കണമെന്ന തരത്തിൽ റൂം അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യപ്പെട്ട് തർക്കിക്കുക. അങ്ങനെ ഇന്ത്യൻ ഗസ്റ്റിനെ കുറിച്ച് ഒട്ടും മതിപ്പില്ലാത്ത കാര്യങ്ങൾ പറയാനുണ്ട് വിദേശത്തെ ഹോട്ടൽ ജീവനക്കാർക്ക്. മറ്റൊന്നാണ് ഇന്ത്യക്കാരൻ്റെ ജന്മലാലുള്ള ഫുഡ് കമ്പാരിസൺ സ്വഭാവം. ലോകത്തിലെ 1-കിട മിഷേലിൻ സ്റ്റാർ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ചാലും ഇന്ത്യക്കാരിൽ ചിലർ പറയും, ഇന്ത്യൻ ഫുഡ് ഭയങ്കര ബെറ്ററാണ്, ഇത് കൊള്ളില്ല, നിങ്ങളിതൊക്കെ എങ്ങനെ കഴിക്കുന്നു? മാനേഴ്സ് കൊണ്ട് അവർ കേട്ട് നിന്നുവെന്ന് വരും. പക്ഷേ അത് അതിഥി എന്ന നിലയിലുള്ള നമ്മുടെ റേറ്റിംഗ് കുറയ്ക്കുന്നുണ്ട്. അതോടൊപ്പം പറയേണ്ടതാണ് ചില ഇന്ത്യക്കാരുടെ വെജിറ്റേറിയൻ മേനി പറച്ചിൽ. ബൾഗേറിയയുടെ ഉൾപ്രദേശത്തുള്ള ചെറിയ പട്ടണത്തിലെ കഫയിൽ വെജിറ്റേറിയൻ ഫുഡില്ലെന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ഇന്ത്യക്കാരെ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ സ്വഭാവത്തിലെ മറ്റൊരു സവിശേഷതയാണ് മണി ക്യാൻ ബൈ എനിത്തിങ് മെൻറ്റാലിറ്റി. എൻ്റെ കയ്യിൽ പണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇന്ത്യയിൽ അങ്ങനെ അധികം ആർക്കും കഴിയാത്തൊരു കാര്യമാണത്. എൻ്റെ നാട്ടിൽ ഞാൻ ബഹുമാനിക്കപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളും എന്നെ ബഹുമാനിക്കണമെന്ന മനോഭാവം. അത് അന്യനാട്ടിൽ ചിലവാകാത്ത ഒന്നാണ്.
മണി പവർ തങ്ങൾക്കൊരു ഇമ്മ്യൂണിറ്റി നൽകുന്നുണ്ട് എന്നാണ് ചില ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ വിശ്വാസം. അവരത് വിദേശത്തും പയറ്റും. ഗുജറാത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് ഇക്കാര്യത്തിൽ കുപ്രസിദ്ധിയുള്ളവർ. ട്രാഫിക് നിയമലംഘനത്തിന് ഇന്ത്യയിലെ പോലീസുകാർക്ക് 100 രൂപ കൊടുത്ത് തീർക്കുന്ന അതേ ഇമ്മ്യൂണിറ്റി വിദേശത്തും കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കും. വിമാനത്തിൽ കയറിയാൽ എയർ ഹോസ്റ്റസ് ഒരു പ്രൊഫഷണലാണ് എന്നത് അവർ മറന്നുപോകും. അവർ തങ്ങളുടെ സർവൻ്റ് ആണെന്ന തരത്തിലാണ് പെരുമാറ്റം. ഹോട്ടൽ ചെക്ക് ഇൻ സ്റ്റാഫിനോടും വിദേശത്തെ ഹോട്ടലുകളിലെ ഹൗസ് കീപ്പിംഗ് ജീവനക്കാരോടും ഇതേ മനോഭാവം തന്നെയാണ് അവർക്ക്. ടാക്സി ഡ്രൈവർമാരോടും ടിക്കറ്റിംഗ് സ്റ്റാഫുകളോടും കടകളിലെ ജീവനക്കാരോടുമെല്ലാം മര്യാദയില്ലാത്തവരാണ് ഇന്ത്യക്കാർ എന്നൊരു മുൻധാരണയാണ് എൻ്റെ യാത്രകളിൽ കണ്ടിട്ടുള്ളത്. ഇന്ത്യക്കാരുടെ ഐ പേ സോ യു ഒബേ എന്ന യജമാന മനോഭാവം ചില്ലറ അപമാനമല്ല, മാനം മര്യാദയ്ക്ക് യാത്ര ചെയ്യുന്നവർക്ക് കൂടി വരുത്തി വയ്ക്കുന്നത്. ബാലിയിലെയോ ബാങ്കോക്കിലെയോ പട്ടായയിലെയോ സിംഗപ്പൂരിലെയോ 7-Eleven പോലുള്ള ഏതെങ്കിലും കൺവീനിയൻസ് സ്റ്റോറുകളിൽ പോയാൽ ഇന്ത്യക്കാരെ മൈൻഡ് ചെയ്യുന്നത് പോലും കാണാതാകുമ്പോൾ വേദന തോന്നാറുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനു മുമ്പ് അവിടെ വന്നു പോയിട്ടുള്ള ചില ഇന്ത്യക്കാരുടെ കയ്യിലിരിപ്പ് തന്നെയാണ് കാരണം. ഇന്ത്യയിൽ ഷോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ പരിഗണനയും പ്രയോറിറ്റിയും എല്ലാം തങ്ങൾക്ക് വിദേശത്തും കിട്ടണമെന്നാണ് അവരുടെ വാശി. വിദേശ രാജ്യങ്ങളിലെ ഷോപ്പിംഗ് മാളുകളും കൺവീനിയൻസ് സ്റ്റോറുകളുമെല്ലാം പരമാവധി ജോലിക്കാരെ കുറച്ചാണ് പ്രവർത്തിക്കുന്നത്. അവിടെ കൂലിച്ചെലവ് വളരെ കൂടുതലാണ്. കൗണ്ടറിൽ കുറച്ച് ബില്ലിംഗ് സ്റ്റാഫും 1-2 സൂപ്പർവൈസർമാരും മാത്രമേ കാണൂ. എന്നാൽ ചില ഇന്ത്യക്കാർക്ക് ഷോപ്പിൽ കയറുമ്പോൾ മുതൽ തങ്ങൾക്കൊപ്പം തങ്ങളെ അക്കമ്പനി ചെയ്ത് ഷോപ്പിലെ ഒരു സ്റ്റാഫ് ഒപ്പം വേണം. തങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി വേണം. വിലയെക്കുറിച്ച്, നിറത്തെക്കുറിച്ച്, ഡിസൈനെക്കുറിച്ചൊക്കെ നോൺസെൻസ് എന്ന് തോന്നുന്ന തരത്തിലുള്ള സംശയങ്ങൾ. ഒരു ഷേവിംഗ് റേസർ വാങ്ങാൻ പോയാൽ പോലും ഷോപ്പിലുള്ള എല്ലാ മോഡലുകളും പരിശോധിച്ച് ഡിസൈനും നിറവും എല്ലാം മാറ്റിയും തരം തിരിച്ചുമാണ് അവർ വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും തരത്തിലൊരു അസൗകര്യം നേരിട്ടാൽ അല്ലെങ്കിൽ തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി വൈകിയാൽ ഉടൻ അടുത്ത അലർച്ചയാണ്, കോൾ യുവർ മാനേജർ. അതാണ് ഇന്ത്യക്കാരൻ കടയിലേക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ വിദേശത്തെ ഷോപ്പ് ജീവനക്കാർ ദാ വരുന്നു കോൾ യുവർ മാനേജർ എന്ന് പറയുന്നത്. കളിയാക്കുന്നതാണ്. ഇന്ത്യൻ ടൂറിസ്റ്റിൻ്റെ മറ്റൊരു വിളിപ്പേരാണ് ബാർഗെയിൻ സീക്കർ. വിലപേശാൻ വേണ്ടി മാത്രം അങ്ങാടി വിപണിയിലേക്ക് വരുന്നവർ. വൻകിട മാളുകളിലും ബ്രാൻഡ് സ്റ്റോറുകളിലും അത് നടക്കില്ല എന്നുള്ളതുകൊണ്ട് വഴിവാണിഭക്കാരോടും ടൂറിസം കേന്ദ്രങ്ങളിലെ കച്ചവടക്കാരോടുമാണ് പ്രധാനമായും ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ വിലപേശൽ. ചിലപ്പോഴെങ്കിലുമുള്ള വിലപേശി നാറ്റിക്കൽ. വിലപേശുന്നത് മോശം കാര്യമില്ല, അതിൻ്റെ വരമ്പ് എവിടെയാണെന്നറിയാത്തതാണ് പ്രശ്നം. പട്ടായയിലെ ഫ്ലീ മാർക്കറ്റിൽ 200 ബാത്ത് പറയുന്ന ടീഷർട്ട് 150 ബാത്തിന് ചോദിക്കുന്നതാണ് ആ വരമ്പ്. അവിടെ നിന്നും ഒരുപാട് പിന്നിലേക്ക് പോയി 80 ബാത്തിനും 60 ബാത്തിനും ചോദിക്കുന്നതാണ് വെറുപ്പിക്കൽ. അത് ലോക്കൽ കച്ചവടക്കാർ ഇറിറ്റേറ്റ് ചെയ്യും. ഇന്ത്യൻ ടൂറിസ്റ്റുകൾ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടും. പട്ടായയിൽ ചീപ്പ് സെക്സ് അന്വേഷിക്കുന്ന ഇന്ത്യക്കാരെക്കുറിച്ച് അവിടെയുള്ള പ്രൊഫഷണലുകൾ പറയുന്നത് കേട്ടാൽ തൊലി ഉരിഞ്ഞു പോകും. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർത്തത്. ഇന്ത്യക്കാരൻ്റെ ദുർഗന്ധത്തെക്കുറിച്ചുള്ള പരാതികൾ. പട്ടായ മുതൽ അങ്ങ് ലാസ് വെഗാസ് വരെ നമ്മളെ നാണം കൊണ്ട് മൂക്ക് പൊത്തിപ്പിക്കും. അത് കടുകെണ്ണയും പിന്നെ പേരറിയാത്ത എണ്ണക്കൂട്ടുകളും തേച്ച് കുളിച്ച് വിയർക്കുമ്പോൾ കൊഴുത്ത ഗ്രീസിൻ്റെ പരുവമാകുന്ന ചില വിഭാഗം ഇന്ത്യക്കാർ തൻ്റെ ശരീരഗന്ധത്തെക്കുറിച്ച് അവെയറല്ലേ എന്നാണ് വിദേശികൾ ട്രാവൽ ഫോറങ്ങളിൽ ചോദിക്കാറുള്ളത്. തലേന്നത്തെ കറിയുടെ മസാലഗന്ധം വരെ അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് വരുമെന്നൊക്കെയാണ് ആരോപണം. ലക്ഷങ്ങൾ മുടക്കി ടൂർ പാക്കേജ് വാങ്ങുന്നവർക്ക് 250 രൂപ മുടക്കി ഒരു ഡിയോഡറൻറ്റ് വാങ്ങാൻ തോന്നാത്തത് എന്താണ് ഒരു ബോഡി സ്പ്രേ യൂസ് ചെയ്യുന്നതിൽ നിന്ന് അവരെ തടയുന്നത്? പിന്നെ ഈ ആരോപണം കുറേയൊക്കെ മാറി വരുന്നത് ആശ്വാസമാണ്. ഇതിനൊപ്പമാണ് കുട്ടികളെ മാനേജ് ചെയ്യുന്നതിൽ ഇന്ത്യക്കാർ പരമദയനീയമാണെന്ന ആരോപണം. പൊതുസ്ഥലങ്ങളിൽ കുട്ടികൾ എങ്ങനെ പെരുമാറണമെന്ന് ഇന്ത്യക്കാർ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലത്രേ. വാശിയും അമിത വാത്സല്യവും ശ്രദ്ധക്കുറവും എല്ലാം ചേർത്ത കുറ്റങ്ങളുടെ ഒരു കോക്ടെയിൽ കാണാം ട്രാവൽ ഫോറങ്ങളിൽ. കൃത്യനിഷ്ഠയില്ലായ്മ, കലപില വർത്തമാനം, സ്വന്തം ഭാഷയിൽ സായിപ്പിനെ കളിയാക്കൽ, തന്നെക്കാൾ തൊലി കറുത്ത ആഫ്രിക്കൻസിനോടുള്ള റേസിസം, ചെറുപ്പക്കാരികളായ വിദേശി പെൺകുട്ടികളുടെ സ്മാർട്ട്നെസ് കാണുന്ന ചില ഇന്ത്യൻ ആൻറ്റിമാരുടെ കാറിയ നോട്ടം, തൻ്റെ ഇംഗ്ലീഷ് പാണ്ഡിത്യം പ്രകടിപ്പിക്കാൻ വഴിയെ പോകുന്ന സായിപ്പിനോട് ഇടിച്ചു കയറി ഉച്ചത്തിൽ പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞ് വെറുപ്പിക്കൽ. അങ്ങനെ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ലോകത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രതിച്ഛായ വധത്തിൻ്റെ ലിസ്റ്റ് വളരെ നീണ്ടതാണ്. നമുക്കറിയാം ഇന്ത്യക്കാരെല്ലാം ഇങ്ങനെയല്ല. ഏറിയ പങ്ക് ഇന്ത്യക്കാർ ഇങ്ങനെയല്ല. നമ്മുടെ ചെറുപ്പക്കാർ അന്യനാടുകളിൽ പോയി അന്തസ്സോടെ പെരുമാറി അവരെ ഇമ്പ്രസ് ചെയ്യുന്നത് ഞാൻ ഏറെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ വലിയൊരു രാജ്യമാണ്. ഇവിടെ മനുഷ്യരുടെ സ്വഭാവങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും വളരെ വലുതാണ്. എല്ലാം മാറി വരുമായിരിക്കുമെന്ന് പ്രത്യാശിക്കാം.